ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫോറൻസിക് സർജനാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മുൻ മേധാവിയായിരുന്നു. മിഥില ബാലൻ വിവരങ്ങൾ നൽകും. കോഴിക്കോട്ട് നിന്ന് മിഥില, വളരെ പ്രധാനപ്പെട്ട നിരവധി കേസുകളിൽ ഡോക്ടർ ഷേർലി വാസുവിൻ്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലെ പലപ്പോഴും അതൊക്കെ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. വളരെ വിദഗ്ധമായ ഫോറൻസിക് വിദഗ്ധ, അതുപോലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ, അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഒരു ഡോക്ടറായിരുന്നു. എന്താണ് സംഭവിച്ചത്? ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ചികിത്സയിലായിരുന്നോ? വിജയകുമാർ, ഇന്ന് രാവിലെ വീട്ടിൽ അവശനിലയിൽ കണ്ടെത്തി എന്ന വിവരമാണ് ലഭിക്കുന്നത്. അല്പസമയം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ഡോക്ടർ ഷേർലി വാസുവിന്റെ അന്ത്യം സംഭവിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച സമയം മുതൽ തന്നെ ഡോക്ടർമാർ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അല്പസമയം മുമ്പാണ് അന്ത്യം സംഭവിച്ചത്. ഇപ്പോൾ ഷേർലി വാസുവിന്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് കാഷ്വാലിറ്റിയിലാണുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പോസ്റ്റ്മോർട്ടങ്ങൾ അത്തരത്തിൽ നോക്കുകയാണ്. പ്രധാനപ്പെട്ട കേസുകൾ ഉൾപ്പെടെ ഷേർലി വാസുവിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ കൂടിയാണ് അവർ. കോഴിക്കോട്, തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ ഏറെക്കാലം ഈ ഫോറൻസിക് വിഭാഗത്തിന്റെ HOD ആയിരുന്നു അവർ. കോഴിക്കോട് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്നു. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറെ പ്രസിദ്ധയായ ഒരു ഫോറൻസിക് സർജനെയാണ് ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത്. അല്പസമയം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവരെ എത്തിച്ചപ്പോൾ തന്നെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശ്രമം അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്നത്. വീട്ടിൽ അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. 68 വയസ്സാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവർ KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഫോറൻസിക് വിഭാഗം മേധാവിയാണ്. എന്തുതന്നെയായാലും ഇപ്പോൾ മൃതദേഹമുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലാണ് മൃതദേഹമുള്ളത്. അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപമുള്ള മായനാടാണ് ഇവരുടെ വീട്. അങ്ങോട്ട് മാറ്റും എന്ന അറിയിപ്പാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ ഷേർലി വാസുവിൻ്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, പോസ്റ്റ്മോർട്ടം ടേബിൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ. അതിൽ ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ്: മരണത്തിൻ്റെയും ജഡപരിശോധനയുടെയും ജൈവശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും പഠനവിധേയമാക്കുന്ന ഒരു അപൂർവ ഗ്രന്ഥം എന്നാണ് ആ പുസ്തകത്തിന് നിരൂപകരുടെ ഒരു വിശേഷണവും അങ്ങനെയാണ്. പോസ്റ്റ്മോർട്ടം ടേബിൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. വളരെ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. മിഥിലയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്.